ഇതൊരു തുടക്കം മാത്രമാണ്. നാളെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല രാഷ്ട്രീയ സംഭവങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് ഞാൻ ആധികാരികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. കേരളത്തിൽ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനവിരുദ്ധത, ജനരോഷം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോഴ് അതിനോടൊപ്പം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടരാജികൾ സൂചിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഒരേ സമയത്ത് ഒരേപോലെ ഉണ്ടാവുക എന്നുള്ളത് രാഷ്ട്രീയ രംഗത്ത് അപൂർവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ജനരോഷം മുഖ്യ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാവുകയാണ് പതിവ്. പക്ഷെ ഇവിടെ ഭരണപക്ഷത്തിനെതിരായ വികാരം ശക്തമാണ്. അതുപോലെ മുഖ്യ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വികാരവും ശക്തമായിരിക്കുന്നു. അതാണ് നിലവിലുള്ള കേരള രാഷ്ട്രീയം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ജനവിരുദ്ധ മുന്നണികളാണ് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ജനവിരുദ്ധ മുന്നണിയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും. ഈ ജനവിരുദ്ധ മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ ബദലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ദേശീയ ജനാധിപത്യ സഖ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യാശ. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു: മാറാത്തത് മാറും എന്നുള്ളത് കേവലം ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഇതാ ഭാവി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്നതാണ്. മാറാത്തത് മാറും എന്നുള്ളത് RSPയുടെ രാജിയിലൂടെ, BJP പ്രവേശനത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. മാറാത്തത് മാറുകയാണ്. അതിന്റെ ലക്ഷണമാണ് കാണുന്നത്.